ഇത്തവണ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നുള്ള എൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ആയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് പെട്ടി പൊട്ടിക്കുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നതൊന്നും നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. അപ്പോൾ എനിക്ക് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാ സിമ്പിളിൻ്റെ ഈ ക്ലെൻസിങ് വൈപ്സ് ആണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ജെൻറ്റിലാണ് നമ്മുടെ സ്കിന്നിനോട്. അതുപോലെ ഒരൊറ്റ സിംഗിൾ വൈപ്സ് മതി നമ്മുടെ ഹോൾ മേക്കപ്പ് റിമൂവ് ആവാനായിട്ട്. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ഹെവി മേക്കപ്പ് ഒക്കെ ഇടില്ലേ, അങ്ങനെ ഇട്ടാലും ഇതിലത്തെ ഒരു സിംഗിൾ വൈപ്സ് മാത്രം മതി. സൂപ്പറാണ്, പെട്ടെന്ന് റിമൂവ് ആവും. അതുപോലെ ഭയങ്കര ജെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ടൈം ചേച്ചി ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത്തവണ പറഞ്ഞതാണ്. ഇതിൻ്റെ വേറൊരു വേരിയൻ്റാണ് ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത്. ഇത്തവണ അതുപോലെ തന്നെ വേറൊരു വേരിയൻ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാനത് ഇതുവരെ. പക്ഷേ ലാസ്റ്റ് ടൈം യൂസ് ചെയ്തത് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. കുറച്ചും കൂടെ നമ്മുടെ എന്താ പറയുക, സ്കിന്നിനോട് ഭയങ്കര ജെൻറ്റിലാണ്. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മുന്നേ നോക്കിയായിരുന്നു, ലാസ്റ്റ് ടൈം ചേച്ചി കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കിയായിരുന്നു. അന്നത് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വൈപ്സൊക്കെ യൂഷ്വലി നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതായത് എന്താ പറയുക, പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഈ മേക്കപ്പ് പാഡ്, ഇതും ചേച്ചി ലാസ്റ്റ് ടൈം കൊണ്ടുവന്നതാണ്. അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഇത്തവണ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ഒരെണ്ണത്തിനകത്ത് 80 പാഡ്സ്, കോട്ടൺ പാഡ്സാണ്. പിന്നെ ഞാൻ ഈ മേക്കപ്പ് പാഡ്സ് ആക്ച്വലി യൂസ് ചെയ്തിരുന്നത് മിനിസോൻ്റെയും മൂമൂസോൻ്റെയൊക്കെയാണ്. അത് പക്ഷേ കുറച്ചും കൂടെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് എനിക്ക് തോന്നിയത്, ലൈക്ക് റഫായിട്ട് തോന്നി സ്കിന്നിനോട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് ആക്ച്വലി ചേച്ചി ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണെന്ന് മാത്രം. പക്ഷേ ഭയങ്കര ജെൻറ്റിലാട്ടോ. നാട്ടിൽ കുറച്ചും കൂടെ ജെൻറ്റിലായിട്ട് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല വേറെ ബ്രാൻഡുകളുടെ, മിനീസും മൊമൂസും അല്ലാണ്ട്. പിന്നെ ബെല്ലയുടെ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ വന്നിട്ടതാ ഈ പിമ്പിൾ പാച്ചാണ്. ഇതും ലാസ്റ്റ് ടൈം ചേച്ചി അനീതിക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവളുടെ നിന്ന് ഞാനൊരു തവണ ഇതുപോലെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വർക്കൗട്ട് ആവണ പോലെ തോന്നി. അതായത് ഇതുപോലെ ഒരു 8 hours ഒക്കെ വെക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനിതുപോലെ തന്നെ എനിക്കൊരു പിമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രാത്രി വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് മോർണിംഗ് ഞാൻ കളഞ്ഞു. അപ്പോൾ എനിക്ക് വർക്കായി, അതായത് എൻ്റെ ആ പിമ്പിൾ പോയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണ ഞാനും പറഞ്ഞു എനിക്കും വേണമെന്ന്. അങ്ങനെ 36 പാച്ചസ് ആണ്. പിന്നെ വന്നിട്ട് ഒരു ഹെയർ സിറമാണ്. ഇത് കുട്ടി ഭയങ്കര ഹെയർ സിറാണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഭയങ്കര അടിപൊളിയാണെന്ന് ചേച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കൊണ്ടുവന്നത്. അങ്ങനെ അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ നെയിൽസ്, ഫേക്ക് നെയിൽസ്, ഇതും ഭയങ്കര അടിപൊളിയാണ്. ആക്ച്വലി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നെയിൽസ് ഞാൻ എൻ്റെ കസിൻ്റെ വെഡ്ഡിങ്ങിന് ചെയ്തതാണ്. അപ്പോൾ അതിന് മുന്നേ വെഡ്ഡിങ്ങിനാണ് ഞാൻ ചെയ്തത്. ഞാൻ ബെട്രോത്തലിൽ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് സംഭവം നെയിൽസ് കയ്യിൽ നിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം അവിടെ ചെന്ന് അവരുടെ അടുത്ത് പോയിട്ട് കളഞ്ഞിട്ടാട്ടോ സംഭവം പോയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.